ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല എനർജി കൂടുതലായിരിക്കും. അന്ന് അങ്ങനെ പോയത് കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ലൈഫിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ഒരു വർഷമായിട്ടാണ് ഞങ്ങളത് 2024. ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് ഈ ഒരു പ്രഷറും കൂടെ താങ്ങാൻ വയ്യെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ റിസൾട്ട് വരുന്നത്. ലാസ്റ്റ് ട്രൈ, ഒരേ ഒരു ട്രൈ, ഇതും കൂടെ നോക്ക്. എൻ്റെ ഫാമിലിയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറ്റും, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ഇതിലോട്ട് കൊണ്ടുവന്നത്. സക്സസ്ഫുൾ എന്ന് ആ ഒരു പേജിൽ അപ്പത്തിന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഫുള്ളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല എനർജി കൂടുതലായിരിക്കും. കാരണം ഞാൻ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും കൂടുതൽ സത്യം ശരിക്കും ആലോചിച്ച ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഒരുപാട് ഡ്രീം ചെയ്ത് ഒരുപാട് ഇങ്ങനൊരു മൊമെൻറ്റ് ഉണ്ടാവണമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ ഗൈസ്, ഞാൻ CA ഇന്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി. ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാംസിൻ്റെ ഇന്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ഇത്തവണത്തെ January 25 അറ്റൻഡ് പാസ്സായിരിക്കുകയാണ് ഗൈസ്. ഈ വീഡിയോ കാണുന്നതിനകത്ത് പല പേഴ്സ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ കാണും. ഇപ്പം ചിലർ വിചാരിക്കും ഒരു എക്സാം പാസ്സായെന്ന് പറഞ്ഞ് ഇത്രയും സന്തോഷിക്കുന്നത് എന്തിനാണെന്ന് വിചാരിക്കും. ചിലർ ഈ CA കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. അവർ വിചാരിക്കും ഓ പാസ്സായല്ലോ എന്ന് വിചാരിക്കും. പലരും പല പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. ചിലർ വിചാരിക്കും ഇപ്പം CA ഫൈനലൊന്നും അല്ലല്ലോ പാസ്സായത്, ഇന്ററിൻ്റെ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ പാസ്സായത്, ഇതിനെന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ ആ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ നിന്നവർക്ക് അറിയാം എനിക്കിത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണെന്നുള്ളത്. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് ഈ റിസൾട്ട് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഈ റിസൾട്ട് നോക്കാൻ തന്നെ സത്യം പറഞ്ഞ ടെൻഷനായിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. അതായത് ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുമായിരുന്നു. ഞാൻ 8:30 ആയപ്പോൾ കണ്ണു തുറന്നു. ഇന്ന് ലേറ്റ് ആയിട്ട് എണീക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ മാക്സിമം ലേറ്റ് ആയിട്ട് ഉറങ്ങി. എന്നിട്ട് ഇന്നൊരു 8:30 ആയപ്പോഴേ എനിക്ക് ടെൻഷൻ കാരണം ഞാൻ കണ്ണു തുറന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് എണീറ്റിരുന്നാൽ ആ ഒരു ടെൻഷൻ വരുന്നുള്ള കാരണം കൊണ്ട് ഞാൻ ഉറങ്ങുന്ന പോലെ അവിടെ കിടന്നു. ഒരു 10 മണി 11 മണിക്ക് ഇടയ്ക്ക് റിസൾട്ട് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയം വരെ കിടന്ന് ഇങ്ങനെ ഉറങ്ങി. ഒരു 11 മണിയൊക്കെ ആയപ്പം നമുക്ക് റിസൾട്ട് അച്ഛനാ നോക്കുന്നത്. അപ്പം റിസൾട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്താണെങ്കിലും വന്ന് വിളിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വിളി പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ അവസാനം അച്ഛൻ വന്ന് വിളിച്ചപ്പോഴെനിക്ക് മനസ്സിലായി ഓ നല്ല റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വന്ന് വിളിക്കത്തില്ലല്ലോ. അങ്ങനെ വിളിച്ചു, പോയി അവിടെ കണ്ടു. ആദ്യം കണ്ടപ്പോഴും ഞാനിങ്ങനെ ആ സക്സസ്ഫുൾ എന്നുള്ള സംഭവം മാത്രമേ കാണുള്ളൂ. അപ്പത്തിന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഫുള്ളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാർക്കും കൂടെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ജസ്റ്റ് പാസ് പോലെ മാർക്കായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സന്തോഷമാവത്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ മാർക്കും കിട്ടി. അതിൻ്റെ കൂടെ എനിക്ക് പാസ് പോകാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്നും അല്ല, ഒരുപാട് അറ്റംപ്റ്റ് ആയി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം വരാൻ കാര്യം. ഇത്ര അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത്രയും നാളത്തെ എൻ്റെ എഫേർട്ട് ഒരു വേസ്റ്റ് ആയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെൻറ്റിലുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക്. ആക്ച്വലി എനിക്കറിയാം ഞാനിപ്പോൾ ആ റിസൾട്ട് കാണുന്നതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടും. എനിക്കറിയാം ഒരുപാട് പേരത് കാണും, ഒരുപാട് വ്യൂസ് കിട്ടും, കാരണം എല്ലാ CA റിയാക്ഷൻ വീഡിയോയിലും അത്രയും വ്യൂസ് ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ ആ ഒരു റിസൾട്ട് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ക്യാമറ ഓണാക്കി വീഡിയോ ഓണാക്കി വെക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. എനിക്ക് ആ ഒരു മൊമെൻറ്റ് ആ സമയത്ത് വീഡിയോ എടുക്കുന്നതിനേക്കാളും എനിക്കത് ഫീൽ ചെയ്യണമായിരുന്നു. അതായത് എനിക്ക് ആ ഒരു മൊമെൻറ്റ് സ്വന്തമായിട്ട് എനിക്ക് അനുഭവിക്കണമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കൊരു വീഡിയോ എടുത്തത് ആ സമയത്ത് പെട്ടെന്ന് ഫോൺ തപ്പാൻ പോകാനും ഒന്നുമല്ല. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് കാണുന്ന അത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫോൺ തപ്പി ഇത് വീഡിയോ എടുത്ത് വ്യൂസ് ആക്കാൻ എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയൊരു മാനസികാവസ്ഥയല്ല. പക്ഷേ നേരത്തെ എനിക്കിത് കിട്ടും എന്ന് ഉറപ്പായിരുന്നു. ഇത്തവണ പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഫോൺ എടുത്ത് വെച്ചേനെ. പക്ഷേ എന്താവും സ്ഥിതി എന്ന് അറിയാത്തൊരു ഡബിൾ മൈൻഡഡ് സിറ്റുവേഷനിലാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഫോൺ ഇവിടെ കൊണ്ട് വെക്കാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ കിട്ടാത്തത്. ഇപ്പം ഇനി ഞാനത് ഫേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാലും ഒരു പ്രയോജനമൊന്നുമില്ല. അത് ആക്ച്വലി ഉള്ള സംഭവം ഒറിജിനലായിട്ട് തന്നെ കാണിക്കണം. അതുകൊണ്ട് ആ വീഡിയോ എൻ്റെ കയ്യിലില്ല ഗൈസ്, ആ സമയത്തെ റിയാക്ഷൻ. ബട്ട് ആ റിയാക്ഷൻ വാസ് പ്രൈസ്ലെസ്. അത് ഒരു വീഡിയോ വഴി കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലതായിരുന്നേനെ, കാരണം ഒരുപാട് പേർക്ക് അത് കാണാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പം
അങ്ങനെ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. കാരണം ഒരു ഇമോഷണൽ ആയിരുന്നു ഞാനും എൻ്റെ അച്ഛനും അനിയത്തിയും. അമ്മ ജോലിക്ക് പോയിരിക്കുന്നു. അപ്പോൾ അമ്മ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നൊരു സമയമായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോഴായിരിക്കും എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഫസ്റ്റ് ഒരു ഗ്രൂപ്പിൻ്റെതല്ലേ, അപ്പോൾ അതിനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് വിചാരിക്കും. ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇപ്പം ഈ ഒരു സ്റ്റേജ് വരെ, അതായത് ഈ CA എന്ന് പറയുന്ന ഒരു കോഴ്സിനകത്തോട്ട് എൻ്റർ ആവുന്നതിന് മുമ്പ് വരെ ഞാൻ പോയിട്ടുള്ള എല്ലാ കോമ്പറ്റീഷൻസ് 100% നല്ല, പക്ഷെ മിക്ക കോമ്പറ്റീഷൻസ്, പിന്നെ അതേപോലെ സ്കൂളിലെ സംഭവങ്ങൾ എല്ലാത്തിലും ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ കോമ്പറ്റീഷൻസിനും ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മറ്റേ പുകറ്റി പറയുമല്ല, ഇത് മൊത്തം കേട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ സംഭവങ്ങൾ അങ്ങനെ വിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ ഒരു ടോപ്പ് ലെവലിൽ നിന്നിട്ട് ഈ CA എന്ന് പറയുന്ന ഒരു കോഴ്സിനകത്ത് വന്നപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഫെയിലിയർ കാണുന്നത്. ഓക്കെ, അന്ന് ഫസ്റ്റ് ടൈം CAയുടെ ഫൗണ്ടേഷന് ഞാൻ ഒരു വട്ടം ഒരു ഫെയിലിയർ കണ്ടു. അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് അന്ന് ഡൗൺ ആയി പോയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് എന്തൊക്കെയോ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാം ഞാനന്ന് എക്സ്പ്രസ് ചെയ്ത് തീർത്തു. ആ വാശിക്കിരുന്ന് ഫൗണ്ടേഷൻ ഒന്നുകൂടെ പഠിച്ചു. സെക്കൻഡ് ചാൻസിൽ എനിക്ക് ഫൗണ്ടേഷൻ കിട്ടി. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അന്ന് തന്നെ ഞങ്ങൾ ക്ലാസ് CA ഇന്ററിൻ്റെ ക്ലാസ് എവിടെ ഉണ്ടെന്നൊക്കെ തിരക്കി അങ്ങനെയൊക്കെ പോയി. എനിക്ക് അത്ര എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അന്ന് തൊട്ട് എൻ്റെ കാത്തിരിപ്പാണ് ഈ അടുത്തൊരു വട്ടം ഈ സക്സസ്ഫുൾ എന്ന ആ ഒരു പേജിൽ നമ്മൾ ആ റിസൾട്ട് അടിച്ചു നോക്കുമ്പോൾ ആ പേജിൽ കാണണമെന്ന്. അങ്ങനെ ഞാൻ കാത്തിരുന്ന് ഇപ്പോഴാണ് ആ ദിവസം വന്നത്. ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ഓരോ അറ്റംപ്റ്റും പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അടുത്ത അറ്റംപ്റ്റ് കിട്ടും, അടുത്തതിൽ കിട്ടും എന്ന് വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അപ്പം ഓരോ അറ്റംപ്റ്റിലും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കിട്ടും. അപ്പം കിട്ടാതെ വരുമ്പോഴത്തേക്കും ഇപ്പം ഇന്നത്തെ ഈ ദിവസം ഇവിടെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഇതേ ദിവസങ്ങൾ, അതായത് ഇതിനു മുമ്പ് റിസൾട്ട് വന്ന ഓരോ ദിവസങ്ങളും ഈ ഒരു വീടെന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടേ, അത്രയ്ക്കൊരു ഇമോഷണലി ഭയങ്കര ഡൗണിലോട്ട് പോകും. എന്ന് വെച്ചാൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്, ഇമോഷണൽ ഡൗൺ മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കറങ്ങാൻ പോകും, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ മൈൻഡ് എപ്പോഴും ഭയങ്കര ഡൗൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അവിടുന്ന് എൻ്റെ പേരൻസ് ഭയങ്കരമായിട്ട് അതിനെ പരിശ്രമിച്ച് അവർ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡായിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. അപ്പം അവിടുന്ന് ഞാനിങ്ങനെ ഓരോ വട്ടവും ഇത് ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ എന്നൊരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കും എൻ്റെ ഫാമിലിയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ഇതിലോട്ട് കൊണ്ടുവന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഓരോ അറ്റംപ്റ്റും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓക്കെ ശരി ഇനി അടുത്ത പിടിക്കാം എന്ന് പറഞ്ഞാൽ അത് പോകുന്ന ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ അറ്റംപ്റ്റിൽ എനിക്ക് ഞാൻ 3 എണ്ണത്തിനും പാസ്സായിരുന്നു. പക്ഷെ ടോട്ടൽ അഗ്രിഗേറ്റ് പാസ്സായില്ല. അപ്പോൾ CA പഠിക്കുന്നവരൊക്കെ അറിയാം അതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മാർക്കിംഗ് സ്കീമെന്ന്. 3 സബ്ജക്റ്റും പ്രത്യേകം പാസ്സായ പോലെ ടോട്ടലായിട്ടും പാസ്സാവണം. അപ്പം അതിന് വേറൊരു ക്രൈറ്റീരിയ. അപ്പം ഈ ഒരു കഴിഞ്ഞ വട്ടം എനിക്ക് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് 3നും പാസ്സായിട്ടും ടോട്ടൽ പാസ്സായില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ 3 എണ്ണം എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് ഭയങ്കര ഒരു വട്ട് പിടിച്ച അവസ്ഥയാണ്. അപ്പൊ കഴിഞ്ഞ വട്ടം ഇതേപോലെ ആയിരുന്നു. കഴിഞ്ഞ വട്ടം ഇതിന് പുറമെ വേറെ കുറേ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഫാമിലി ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ചാച്ചൻ്റെ ഡെത്ത് സംഭവിച്ചു. അതേപോലെ ഒരുപാട് ഞങ്ങൾക്ക് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ റിസൾട്ട് വരുന്നത്. ഇതെല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര ഇമോഷണലി മൊത്തത്തിൽ തകർന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എനിക്കിത് ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് ഈ ഒരു പ്രഷറും കൂടെ താങ്ങാൻ വയ്യെന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു സിറ്റുവേഷനിൽ നിന്ന് ലാസ്റ്റ് ഒരേ ഒരു ട്രൈ ഇതും കൂടെ നോക്ക്, മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ നോക്ക്, കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ ഇത് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ തൃശ്ശൂരിലോട്ട് പോകുന്നത്. തൃശ്ശൂരിൽ CAREP എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ അവരുടെ പേര് എടുത്തു തന്നെ പറയും. കാരണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത് പറ്റത്തില്ലായിരുന്നു. കാരണം പല സ്റ്റുഡൻസിനും പല കാലിബർ, ഇതൊന്നും ഇല്ലാതെ തന്നെ പാസ്സാവുന്നവരുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും പുറകിൽ ഒരു പുഷ് വേണം, എങ്കിലേ ഞാൻ പാസ്സാവത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു സംഭവമുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്ന, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തന്നെ എന്നെ ട്രെയിൻ ചെയ്തെടുത്തത് ആ ഒരു തൃശ്ശൂർ പോയ CAREP എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷനാണ്. അവർ എന്നെ അടിപൊളി ട്രെയിൻ ചെയ്തെടുത്തു. അവരുടെ ആ ഒരു ട്രെയിനിങ് കൊണ്ടാണ് എനിക്കിപ്പോൾ അത് പാസ്സാകാൻ പറ്റിയത്. ആ ഒരു ഓപ്ഷൻ ഇത് CAREP പോവാം, തൃശ്ശൂർ പോവാം എന്നുള്ള ഞാൻ എടുത്ത ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു. എൻ്റെ ഫാമിലി ഞാൻ എടുത്ത ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു. അന്ന് അങ്ങനെ പോയത് കൊണ്ട് ഇന്ന് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ഇന്നത്തെ എക്സാം നെഗറ്റീവ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ എക്സാം ഡ്രോപ്പ് ഇത്ര നാൾ നമ്മൾ ആ ഒരു അതിന് വേണ്ടി പോയിട്ട് അതും കളഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥയെ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും അങ്ങനെ കളഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ കളഞ്ഞിട്ട് പോകുന്നൊരു സംഭവമായി മാറിയേനെ.
ഇന്നത്തെ ദിവസം എല്ലാവരോടും വിഷമിച്ചിരിക്കേണ്ടി വന്നേനെ. അതിൻ്റെ കൂട്ടത്തിൽ ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചാൽ ഡിഗ്രി ഞാൻ എടുത്തിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് ഇന്റർലോട്ട് പോയ ആളാണ്. അപ്പോൾ എനിക്ക് ഡിഗ്രി ഇല്ല. ഡിഗ്രി ഞാനിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി പിള്ളേരെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഡിഗ്രി ക്ലിയർ ആയി ഇറങ്ങി. ഞാൻ ഇപ്പോഴും ആ ഒരു ചെയ്ത് തന്നെ നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി പോയേനെ എൻ്റെ ഒരു ലൈഫ്. അതിൻ്റെ മൊമെൻറ്റിൽ നിന്നും വീണ്ടും കിട്ടിയൊരു പിടിവള്ളിയാണ് ഇപ്പം ഈ എക്സാം പാസ്സായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയും സന്തോഷമുണ്ടെന്ന്. ഇത്രയും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ഉണ്ടായിരുന്ന ഒരു വർഷത്തിൽ നിന്നും ഈ ഒരു വർഷത്തിലോട്ട് വന്നപ്പം ഇങ്ങനൊരു എന്താ പറയണ്ടേ സർപ്രൈസ് എനിക്ക് കിട്ടിയതിൽ എനിക്ക് അത്രത്തോളം സന്തോഷം വരാൻ കാരണം അതാണ്. ഇപ്പം ഞാൻ കുറച്ചെങ്കിലും മനസ്സിലായി കാണാൻ എന്തുകൊണ്ടാണ്. എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്കറിയാം, ഞാൻ ഒരു സൺസ്ക്രീൻ മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ട് പോലും ഇല്ല. ഇതിപ്പോൾ ഒരു ബ്യൂട്ടി റിലേറ്റഡ് കൂടെ ചാനലാണല്ലോ, എന്നിട്ട് ഞാൻ ഒന്നും ഇട്ടിട്ട് പോലില്ല. കാരണം അതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. അതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് വന്നത്. എനിക്ക് ഷെയർ ചെയ്യണം. എനിക്ക് ആ സമയത്ത് ഒരുങ്ങാൻ പോകാൻ ഒന്നും സമയമില്ല. മുടിയൊക്കെ പോലെ എങ്ങനെയൊക്കെ ചീവി കെട്ടി വെച്ചേക്കാണ്. ആക്ച്വലി എനിക്കിതൊക്കെ നേരത്തെ നമ്മുടെ ചാനലിൽ വന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാതെ, ഇപ്പം ഞാൻ ഒരുപാട് അച്ചീവ് ചെയ്യുന്നതല്ല, പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റേജെങ്കിലും അച്ചീവ് ചെയ്യാതെ എങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വന്ന് ഞാൻ എന്ത് പറയും എന്നൊരു ഇതായിരുന്നു. വേറൊരു കാര്യം, ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് കുറച്ച് പേരടുത്ത് താങ്ക് യു പറയാതെ പറ്റത്തില്ല. താങ്ക് യു പറഞ്ഞേ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് എനിക്ക് താങ്ക് യു പറയാനുള്ളത് എൻ്റെ പേരൻസ് ആൻഡ് ഫാമിലി. ഇവർക്ക്, അതായത് എൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്നു. അത്രത്തോളം, അതായത് ഒരു വട്ടം പോലും എനിക്ക് എന്നിൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരുപാട് സമയത്ത് പോലും അവർക്ക് എന്നിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അത്രത്തോളം എത്ര പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, എത്ര ഇതായാലും കുഴപ്പമില്ല, ഇനി എത്ര വട്ടം നിനക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ കൂടെ നിന്നോളാം, നീ ഇത് അച്ചീവ് ചെയ്തെടുക്കും, നിനക്കത് അച്ചീവ് എടുക്കാനുള്ള കാലിബർ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന്, അതും കഴിഞ്ഞ വർഷം ഈ ഒരു CRFൽ പോകാൻ തീരുമാനിക്കുന്ന ആ മൊമെൻറ്റ് അത്രയും നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ്. അച്ഛൻ മരിച്ച ദിവസം, ആ ദിവസം പോലും ഞങ്ങൾ അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ അവിടെ പോകാനിരുന്നതാണ് ഈ CRFൽ. അപ്പം ആ ഒരു സമയത്താണ് ഒന്ന് ആലോചിക്കുക, റിസൾട്ട് വന്ന് ആ റിസൾട്ട് കിട്ടിയില്ല. എന്നിട്ട് അതിന് ഇനി അവസാനത്തെ ഒരു ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ നിൽക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ വീട്ടിലൊരു അംഗം മരിച്ചു പോകുന്ന അത്രത്തോളം എന്താ പറയുക ഇമോഷണലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ എൻ്റെ അച്ഛനും അമ്മയും അപ്പോഴും ചിന്തിച്ചത് എന്നെ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് എത്തിക്കണം, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിക്കണം എന്ന് വിചാരിച്ചാൽ അത്രത്തോളം പരിശ്രമിച്ച് ബാലമ്മ കുഴപ്പമില്ല, നീ ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് എൻ്റെ മൈൻഡ് മാറാനെങ്കിലും ഒന്ന് മാറി നിൽക്ക്, ഒരു തൃശ്ശൂരിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു വിഷമിച്ചൊരു ലൈഫിൻ്റെ ഒരു മാറ്റം കിട്ടുമല്ലോ എന്ന് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച്, പാസ്സാവോ ഇല്ലെന്നുള്ളല്ല, അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് എന്നെ അവിടെ കൊണ്ട് നിർത്തി എനിക്ക് ഈ ഒരു സക്സസ് ഇപ്പോൾ ഉണ്ടാക്കി തന്നത് എൻ്റെ പേരൻസ് മാത്രമാണ്. എനിക്ക് അതുകൊണ്ട് എത്ര നന്ദി പറയലും മധ്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ അതിനുശേഷം എനിക്ക് നന്ദി പറയാനുള്ളത് ഈ CRFകാരോടാണ്. ഈ CRFകാരെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഞാൻ അവിടെ ഒരു വീഡിയോ ചെയ്യാം. CA എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ CRF ട്രൈ ചെയ്ത് നോക്കണം. അത് അടിപൊളിയായിട്ടൊരു സ്പേസ് ആണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു ഉള്ളിൽ നിന്നൊരു ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി ഫയറുള്ള ആൾക്കാരാണ് അവിടെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുള്ള വക എന്തായാലും അവിടെ ഉണ്ട്. ലാസ്റ്റ്, എല്ലാത്തിനും കാരണക്കാരനായ വേറൊരാളുണ്ട്. പുള്ളിക്കാരനോട് നന്ദി പറയാണ്, എൻ്റെ ഭഗവാനോട് അത്രയ്ക്ക് നന്ദി ഞാൻ പറയാണ്. അതായത് എൻ്റെ കൃഷ്ണൻ ഭഗവാൻ എനിക്ക് അത്രത്തോളം കൂടെ നിന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് അത്രയും പ്രശ്നമുണ്ടായ സമയത്ത് എനിക്ക് എല്ലാത്തിനോടുള്ളൊരു വിശ്വാസം, എന്നോടുള്ള വിശ്വാസം പോയി, ദൈവത്തിനോടുള്ള വിശ്വാസം പോയി, എനിക്ക് എല്ലാത്തിനുള്ള വിശ്വാസം പോയ ഒരു സമയത്ത് അത്രയ്ക്കൊരു വേഴ്സ് സിറ്റുവേഷൻ, എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ഒരു വർഷമായിട്ടാണ് ഞാൻ കണ്ടത് 2024. അങ്ങനെ ഒരു സമയത്ത് നിന്ന് വീണ്ടും എനിക്കൊരു പ്രതീക്ഷ തന്ന് ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ ഗുരുവായൂർ ഉള്ള ഗുരുവായൂർ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഗുരുവായൂരിലോട്ട് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ. അത്ര അടുത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നെ പഠിപ്പിച്ച്, എന്നെ അതിൻ്റെ കറക്റ്റായിട്ട് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി പഠിപ്പിച്ച് അവിടുന്ന് എക്സാം പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിന് അന്നത്തെ ദിവസം, ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലോട്ട് തിരിച്ചു വരുന്ന അന്നത്തെ ദിവസം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, എന്നിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് അവിടെ ഭയങ്കര തിരക്ക്, അന്ന് അവധി. പിന്നെ അതിൻ്റെ കൂടെ അന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, മറ്റേ ജനുവരി 2-ാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും മന്നം ജയന്തി, അങ്ങനെ കണ്ട് എന്തോ ഒരു ദിവസം. അപ്പം ആ ദിവസം അവധിയാണ്, പുറത്തിന് വ്യാഴാഴ്ചയാണ്, ഈ അമ്പലങ്ങളൊക്കെ ഭയങ്കര തിരക്കുള്ള ദിവസം. അങ്ങനെ ഒരു ദിവസമായിട്ട് പോലും അവിടെ ചെന്ന് അത്രയും തിരക്കിൻ്റെ ഇടയിൽ
ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഭഗവാനെ കാണാൻ പറ്റി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയത്. ഞാൻ കറക്റ്റായിട്ട് കാണാൻ വരെ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത്. അപ്പം അത്ര കാലം അവിടെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ഭഗവാനെയും കണ്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. അങ്ങനെ വന്ന് ഈ അറ്റൻഡ് പാസ്സായപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയത്തില്ല എനിക്ക് എത്ര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പം അങ്ങനെ എൻ്റെ കൂടെ അത്ര സപ്പോർട്ടീവായിട്ട് നിന്ന് എനിക്ക് എന്ത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്ക് ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ അടുത്തുനിന്ന് ദൂരത്തോട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പിന്നെ തിരിച്ചു തരാനായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ ആ സമയത്ത് അത് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഭവത്തിനേക്കാളും നല്ലതൊരെണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ആ സംഭവം തന്നെ കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് വരാനുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്കിപ്പം നല്ലോണം മനസ്സിലായി ഗൈസ്. എൻ്റെ ഭഗവാനെ കൃഷ്ണനെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇത് കിട്ടണം എന്ന് ആഗ്രഹിച്ച എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. എനിക്കങ്ങനെ ഭയങ്കര എണ്ണാത്തിരാത്ത ഫ്രണ്ട്സൊന്നും എണ്ണിത്തീരാത്ത ഫ്രണ്ട്സൊന്നും ഇല്ല. ഒരു ചെറിയ ഫ്രണ്ട് സർക്കിളേ എനിക്കുള്ളൂ. അപ്പം ആ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും ഞാൻ താങ്ക് യു പറഞ്ഞു. കാരണം അവരൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗൈസ് എനിക്കിത് കിട്ടണമെന്ന്. അപ്പം അവർക്ക് എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയാണ്. ആൻഡ് ഐ ഫീൽ സോ ബ്ലെസ്ഡ്. അപ്പം ഇതും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.